ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഡെനിമിൻ്റെ ഒരു മെറ്റീരിയൽ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള കുർത്തിയുടെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പറിലാണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് വന്നിട്ട് 3 ഇഞ്ച്, അതുപോലെ ഷോൾഡർ 3.5, ആം ഹോൾ വന്നിട്ട് 7.5, അതുപോലെ ചെസ്റ്റ് 9.5 പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ്, അത്രയും നമ്മൾ മാർക്ക് ചെയ്യാം. അതിനുശേഷം ബോഡി ലെങ്ത്ത് 16 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് അവിടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടതാണ്. വേസ്റ്റ് റൗണ്ട് ഈ ഒരു ലൈനിലാണ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. വേസ്റ്റ് റൗണ്ട് 8.5, അതുപോലെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് ഇതുപോലെ നമുക്കൊരു ലൈനായിട്ട് വരച്ചു കൊടുക്കാം. അതുപോലെ ആം ഹോളും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നു. ഷോൾഡർ സ്ലോപ്പായിട്ട് നമുക്ക് 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് നെക്കിൽ നിന്നൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഹിപ്പ് ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതുപോലെ രണ്ട് സൈഡിലും ലെങ്ത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അതിലൊരു ലൈൻ വരച്ചിട്ട് അതിനകത്താണ് നമ്മൾ ഹിപ്പ് റൗണ്ട് വരയ്ക്കുന്നത്. ഈ ഒരു പേപ്പറിൻ്റെ വീതി കുറവ് കാരണം നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ട അത്രയും നമ്മൾ മാർക്ക് ചെയ്യാണ്. 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി സീം അലവൻസ് എല്ലാം നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹിപ്പ് റൗണ്ടിൻ്റെ തൽക്കാലം നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് നിർത്തിയിട്ട് ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പേപ്പർ പാറ്റേൺ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് തുണിയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ കട്ട് ചെയ്യാം. ആ ഒരു സമയത്ത് നമുക്ക് ബോട്ടം റൗണ്ടൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്താനേ പറ്റുന്നുള്ളൂ, കാരണം പേപ്പറിൻ്റെ വീതി കുറവ് കാര്യം. ഇനി ഇതുപോലെ ഡെനിം മെറ്റീരിയൽ എടുക്കുക, നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം ബാക്ക് പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ബാക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ വെക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ വെക്കേണ്ടത്. ഇപ്പോൾ ഒരു ഫുൾ ലെങ്ത്ത് ഡ്രസ്സാണ് നമ്മൾ തയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫുൾ ലെങ്ത്ത് ഡ്രസ്സാണ് തയ്ക്കുന്നത്, 52 ഇഞ്ചിലാണ്. അതുപോലെ നമുക്കൊരു ടോപ്പിനുള്ള ലെങ്ത്ത് മതിയെങ്കിൽ ആ ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ വെച്ച് കൊടുക്കേണ്ടത്. ബോട്ടം റൗണ്ട് ഇവിടെ 22ആണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് പേപ്പറിൽ മാർക്ക് ചെയ്യാൻ പറ്റാത്തത് കാര്യം നമ്മൾ തുണിയിൽ വെച്ചതിന് ശേഷമാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒരു സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്പൺ ഇല്ലാത്ത ഒരു ഡ്രസ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും താഴെ ഭാഗത്ത്, അതായത് ബോട്ടം റൗണ്ടിൽ ഇത്രയും നമ്മൾ 22 എടുത്തിട്ടുള്ളത്. അതല്ല നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കേണ്ട ഭാഗമാണെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 18 ആ ഒരു ലെങ്ത്ത് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗം, അതായത് ആ പേപ്പർ പാറ്റേൺ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം. അത് വേസ്റ്റ് വരെയാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഉള്ളത്. അതിന് താഴത്തോട്ട് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്.
ഇപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു പേപ്പർ തന്നെ എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് ഇവിടെ ആം ഹോളിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ റൗണ്ടിൽ 4 ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഈ ഒരു പേപ്പർ തന്നെയാണ് ഫ്രണ്ട് ബാഗും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ആ ഒരു പേപ്പറിൽ തന്നെയാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇവിടെയെല്ലാം നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏറ്റവും താഴെ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് പറഞ്ഞ പോലെ നമ്മൾ ടോപ്പിനൊക്കെ തയ്ക്കുന്ന സമയത്ത് ഇത്രയും ലെങ്ത്ത് താഴെ കൊടുക്കേണ്ട കാര്യമില്ല. ടോപ്പിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ചിലൊക്കെ കൊടുത്താൽ മതി. ഇവിടെ എല്ലാം നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, ഏറ്റവും താഴെ 8 ഇഞ്ചും. അപ്പോൾ ആ ഒരു മാർക്കിങ്ങിലൂടെ ഇനി നമുക്കിത് ഈ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ പേപ്പർ പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തുണിയിൽ ഇതുപോലെ തന്നെ വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു 2 പേപ്പർ വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് 1 ഇഞ്ച് അകലം നമ്മൾ വെച്ചിരിക്കണം. അത് തയ്യൽ തുമ്പിനാണ്. അപ്പോൾ 2 പാറ്റേണിൻ്റെ 2 സൈഡിൽ നിന്നും 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ 1/2 ഇഞ്ച് നമ്മൾ ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ഈ ഒരു ഭാഗം വയ്ക്കുന്ന സമയത്ത് ഇതിനും 1/2 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യേണ്ടത്. അതായത് ഇത് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് ഭാഗത്തിനെക്കാട്ടിലും 1 ഇഞ്ച് അധികം നിൽക്കും. അത് നമുക്കത് തയ്ച്ചെടുക്കാനുള്ള സീം അലവൻസ് ആണ്. ഇതുപോലെ ബാക്ക് പാർട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ബോട്ടം റൗണ്ടിനനുസരിച്ച് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മാർക്കിങ്ങിലൂടെയാണ് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ 2 പാർട്ടും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ സീം അലവൻസ് ഒന്നും ഇട്ട് കൊടുക്കരുത്. ഈ ഒരു ഫ്രണ്ടിൽ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് മാത്രമേ സീം അലവൻസ് ആയിട്ട് അധികം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ, ബാക്ക് പാർട്ടിനെ അപേക്ഷിച്ച്. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത പാർട്ടെല്ലാം ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ ഇച്ചിരി കയറി നിർത്തിയിട്ടാണ് നമ്മളൊന്ന് അളവ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബാക്ക് പാർട്ടിന് ഒപ്പം നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ സ്റ്റിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പാണ് നമുക്കവിടെ അധികമായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നിർത്തി വെച്ചിട്ട് നമുക്ക് 2 സൈഡും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെയാണ് 2 സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളൊരു പോക്കറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റാണ് ഇനി കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു പീസ് മാത്രം എടുത്തിട്ട് അതിനകത്ത് ആം ഹോളിൽ നിന്നും 10 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്യാം. ഈ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 2 പീസായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിന് ഇടയ്ക്ക് ഒരു പീസ് കൂടെ കൊടുത്തിട്ട് അതാണ് നമ്മൾ പോക്കറ്റ് ആക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾ സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത്. സ്ലീവ് നമുക്ക് സ്ലീവ് റൗണ്ട് 10 ഇഞ്ചാണ്
മാർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ പകുതി 5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്, തൊട്ടിപ്പുറത്തോട്ടുള്ള 2.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ് ലെങ്ത്ത് 23 ഇഞ്ചാണ്. കാരണം ഇതിൻ്റെ മടക്കിൽ നമ്മളൊരു ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് ഏറ്റവും താഴെ സ്ലീവ് റൗണ്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. സ്ലീവ് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ, പക്ഷേ സ്ലീവ് റൗണ്ട് 8 ഇഞ്ചാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തിട്ടുള്ളത്. കാരണം ഇലാസ്റ്റിക് വെക്കുന്നതിനായിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കി നോക്കുക. നമുക്ക് ഇതിനകത്ത് 9 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ബാലൻസ് ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോക്കറ്റിനുള്ള പീസ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം ഇനി വേണ്ടത്. ഇങ്ങനെ വെച്ചിട്ടാണ് 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ താഴെ ഭാഗത്ത് വരുന്ന സ്റ്റിച്ചിൻ്റെ അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് ഈ 2 സൈഡുമാണ് നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് നെക്ക് പാർട്ടിലോട്ട് മാർക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ നെക്കിൻ്റെ ഇവിടെ താഴത്തേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ മുകളിൽ 2 ഇഞ്ച്, ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. വി ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ താഴത്തേക്ക് നമ്മൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്ലാക്കറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. ഈ പ്ലാക്കറ്റിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് എടുക്കാം. ഞാനിതിൽ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് തന്നെ അതും ലെങ്ത്ത് എടുക്കുക. എത്രത്തോളം നമ്മൾ ആ ഒരു പ്ലാക്കറ്റിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം ഇതിൻ്റെ ലെങ്ത്തും നമുക്ക് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ആ ഒരു പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം ബാക്കിലോട്ടുള്ളതും ഒരെണ്ണം ഫ്രണ്ടിലോട്ടുള്ളതുമായിട്ടാണ് മടക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 കളറിലായിട്ടാണ് നമുക്ക് ആ ഒരു പ്ലാക്കറ്റ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം സ്ലീവ് ഒന്ന് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്ലീവ് റൗണ്ടിൽ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു ലൈനായിട്ട് വരച്ചു കൊടുക്കുക. ഇവിടെ മടക്കിയിട്ട് നമുക്ക് ചെറിയൊരു പ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ട് ചെറിയൊരു പ്രില്ലായിട്ട്
എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലൈനിലോട്ട് താഴെ മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് പിന്നെ ആ ഒരു ലൈൻ എവിടെയാണോ വരുന്നത് അങ്ങോട്ടാണ് നമ്മൾ ഇത് മടക്കി എടുക്കേണ്ടത്. ഈ ഒരു ലൈനിലൂടെ നമുക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതാണ് കറക്റ്റ് വീതി അതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള അളവിനുള്ള ആ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ട് അതിൻ്റെ വീതി എത്രയാണോ നോക്കിയിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ലൈനും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ലൈനും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനകത്താണ് നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഇലാസ്റ്റിക്കും ഇത്തിരി ടൈറ്റായിട്ടിരിക്കും. അതൊരു പ്രത്യേകമായിട്ട് സ്ലീവ് അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഈ ഒരു സൈഡെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ താഴെ ഒന്ന് ചെറുതായിട്ട് മടക്കി തയ്ച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ കോളർ സ്റ്റിച്ച് ചെയ്തിട്ട് ആ പ്ലാക്കറ്റിനകത്ത് 2 ബട്ടൺസ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുന്നതായിരിക്കും ഭംഗി. ഇവിടെ ഈ ഒരു ഡ്രസ്സിന് കോളർ വന്നിട്ട് 16.5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെങ്ത് നമ്മൾ കോളറിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് അതൊരു 3 ഇഞ്ച് അല്ലെങ്കിൽ അതിലധികം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. 3.5 എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് വീതിക്ക് എടുത്തിട്ട് ആവശ്യത്തിനുള്ള ലെങ്ത്തിലും കൂടെയാണ് നമ്മൾ ഈ ഒരു കോളറിനുള്ള ഇനി കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു 5.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ സൈഡിലോട്ടൊന്ന് ചരിച്ച് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് നമ്മൾ കോളറായിട്ട് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി.